പട്ടികജാതിക്കാരനായ ക്ഷേത്രപൂജാരിക്ക് നേരെ ജാതി അധിക്ഷേപവും കള്ളക്കേസും. ഇടത് യൂണിയൻ നേതാക്കളുടെ അവഹേളനത്തെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശാന്തിക്കാരൻ PR വിഷ്ണു ജോലി രാജിവെച്ചു. ദേവസ്വം പറവൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും സമാധാനപരമായി ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വിഷ്ണു പറയുന്നു. ഞാനിവിടെ തത്തപ്പള്ളി ഭഗവതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ പറവൂർ ഗ്രൂപ്പിലുള്ള തത്തപ്പള്ളി ദേവസ്വത്തിൽ അവിടെ ശാന്തി കഴിക്കാനായിട്ട് പകരം വ്യവസ്ഥയിൽ ശാന്തി കഴിക്കാനായിട്ട് പോയ സമയത്താണ് സമീപവാസിയായിട്ടുള്ള മുൻ ഉപദേശക സമിതി അംഗം ജയേഷ് വന്നിട്ട് നമ്മളോട് ജാതി ചോദിക്കുകയും അതിനെതിരെ നമ്മൾ കേസ് ഹൈക്കോടതിയിൽ ഇപ്പോൾ അയാൾ ഹൈക്കോടതിയിൽ ജാമ്യത്തിനൊക്കെ കൊടുത്തു. ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് ജാമ്യം. അത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് 2024 അതിനെ തുടർന്ന് ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ അതിന് ശേഷം ഒരുപാട് നമ്മളെ ഈ ജാതിപരമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ പകരം വ്യവസ്ഥയിൽ അതിനുശേഷം നോക്കിയ ക്ഷേത്രത്തിൽ നിന്നും അവിടെ പകരം വ്യവസ്ഥ നോക്കാൻ പാടില്ല, അവിടെ പകരം വ്യവസ്ഥയിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ ഈ അടുത്ത് യൂണിയൻ്റെ തന്നെ ഈ CI2-ൻ്റെ തന്നെ യൂണിയൻ നേതാവായ മുൻ യൂണിയൻ നേതാവായ ദേവസ്വത്തിലെ യൂണിയൻ നേതാവായ ഒരു എംബ്രാന്തിരി അദ്ദേഹം പലതവണ നമ്മളെ ടോർച്ചറിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഇവർ നമ്മളെ മൂകാംബി ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തുകയും അവിടെ മാനസികപരമായിട്ട് നമ്മളോട് ഇങ്ങനെ ആ യൂണിയനിൽ ചേർന്നില്ലെങ്കിൽ സമാധാനപരമായിട്ടൊന്നും ജോലി നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ശരി, വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും പൂജാരിമാരാകണം എന്ന് ആഗ്രഹിച്ച വിപ്ലവം പറഞ്ഞു നടന്നവരാണ് ഈ സഖാക്കൾ. അവരിപ്പോൾ ഒരു പാവം മനുഷ്യനെ ഭീഷണിപ്പെടുത്തുകയാണ്, സമാധാനമായി ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ആക്രോശിക്കുകയാണ്. എന്താണ് പരാതി? കൃഷ്ണരാജ്, ഇത്തരം ഇടത് നേതാക്കളും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളെല്ലാം തന്നെ പറയാറുണ്ടെങ്കിലും എല്ലാവർക്കും ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ പച്ചയായിട്ടുള്ള കാഴ്ചയാണ്. കാരണം തന്ത്രവിദ്യാപീഠവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് സംഘപരിവാർ സംഘടനകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രസ്ഥാനങ്ങളുമാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഇരിങ്ങാലക്കുടയിലും ഇതുപോലെ സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലും ഇത്തരത്തിൽ ഇടത് ദേവസ്വം ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അബ്രാഹ്മണനായിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള അവിവേചനം നേരിടേണ്ടി വന്നതെല്ലാം ഉണ്ടായത്. സമാനമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ, വിഷ്ണു PR എന്ന് പറയുന്ന ഈ ശാന്തിക്കാരൻ്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. ശാന്തിക്കാരൻ പകരം ശാന്തിക്കാരനായിട്ട് ജോലി ചെയ്ത ഇടങ്ങളിൽ ഇത്തരത്തിൽ പ്രസാദം നൽകാൻ ഇയാളിൽ നിന്ന് വിഷ്ണു നിന്ന് പ്രസാദം സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ജയേഷ് എന്ന് പറയുന്ന അവിടുത്തെ മുൻ ഭരണസമിതിയുടെ അംഗമായിരുന്ന ഒരു ആളാണ്, ഇടത് സംഘടനാ നേതാവ് കൂടിയാണ് അദ്ദേഹം. ഇത്തരത്തിൽ ജാതി എന്താണെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഇയാളിൽ നിന്ന് പ്രസാദം, ഈ തിരുമേനിയിൽ നിന്ന് പ്രസാദം വാങ്ങാതിരുന്നത്. പിന്നീട് വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിലും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള എംബ്രാന്തിയിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ടോർച്ചർ അനുഭവിക്കേണ്ടി വന്നു എന്ന് വിഷ്ണു പറയുന്നു. ഒപ്പം തന്നെ ഈ ഇടത് അനുകൂല സംഘടന, അതായത് ദേവസ്വം ബോർഡ് ഇടത് അനുകൂല സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഭീഷണിയും ഉണ്ടായി.